Hi dears, Lakshmi ma'am is back. ഇന്നത്തെ ക്ലാസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. വേറെ ഒന്നുമല്ല, ഒരുപാട് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറെ പേര് ചോദിച്ചു, മിസ്സേ ഈ ഒരു ടോപ്പിക്കിൽ ഒരു കോണ്ടന്റ് വീഡിയോ ചെയ്യാമോ, അതും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരുമോ, നമുക്ക് ആ ഒരു ഏരിയ കുറച്ചും കൂടി ഒന്ന് സെറ്റ് ആക്കാനുണ്ടെന്ന് പറഞ്ഞു. ഒബ്വിയസ്ലി എന്റെ മക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാതിരിക്കത്തില്ല അല്ലെ. അപ്പൊ നിങ്ങൾ ചോദിച്ച പോലത്തെ ഒരു കോണ്ടന്റ് ആയിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ എന്റെ എല്ലാ മക്കൾക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഏതാണ് കോണ്ടന്റ്? യെസ്, ബോർ മാതൃകയാണ് അല്ലെ, ബോർ മോഡലാണ്. കാരണം നിങ്ങൾക്ക് അറിയാം, പരീക്ഷയ്ക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നല്ലൊരു ശതമാനം മാർക്കിന് ചോദിക്കാറുണ്ട് അല്ലെ. 4 മാർക്കിന്റെ ചോദ്യമൊക്കെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരാറുണ്ട്. സോ ഈ ഒരു ടോപ്പിക് ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ബോർ മാതൃക വരയ്ക്കണം, അറ്റോമിക് നമ്പർ, അതുപോലെ തന്നെ മാസ് നമ്പർ, പിന്നെ എന്തൊക്കെയാണത്, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഒക്കെ നമുക്ക് എഴുതാനൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ആദ്യം നമ്മൾ എന്തറിയണം, ഈ ബോർ മാതൃക എന്താണെന്ന് അറിയണം അല്ലെ. അദ്ദേഹത്തിന്റെ പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണ്, ആ ബോർ മാതൃകയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഒക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതാണ് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം കുറെ കുട്ടികളും പറഞ്ഞു, മിസ്സേ ഒന്നും കൂടി എനിക്ക് പറഞ്ഞിട്ടൊരു കോണ്ടന്റ് വീഡിയോ വേണം എന്നുള്ളത്. സോ ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്ത വീഡിയോ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോണ്ടന്റിലേക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യാം കേട്ടോ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് റുദർഫോർഡിന്റെ മോഡൽ ആയിരുന്നു. റുദർഫോർഡിന്റെ മോഡലിന്റെ കേസിൽ നിങ്ങൾക്ക് അറിയാം, ന്യൂക്ലിയസ് സെന്ററിലുണ്ട്, ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ വന്ന ഡ്രോബാക്ക് എന്തായിരുന്നു, ഈ ഇലക്ട്രോണുകൾ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്ന സമയത്ത് എനർജി ലൂസ് ചെയ്തിട്ട് ഈ ന്യൂക്ലിയസിന്റെ അകത്ത് വന്ന് ഇടിക്കണം അല്ലെ. അത് ഇവിടെ നടക്കുന്നില്ല, നമ്മുടെ റുദർഫോർഡിന്റെ മോഡലിൽ നടക്കുന്നില്ല. കാരണം നമുക്കറിയാം, ആറ്റത്തിന്റെ അകത്ത് എന്ത് ചെയ്യുന്നില്ല, ഒരു തരത്തിലുള്ള കൊളാപ്സിംഗ് അല്ലെ, ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നില്ല, ന്യൂക്ലിയസിൽ വന്ന് കൂട്ടിയിടിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് റുദർഫോർഡിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അവിടെയാണ് ആര് വന്നത്, യെസ്, രക്ഷകനായിട്ട് നമ്മുടെ ബോർ വന്നിരിക്കുന്നത്. ഓക്കെ, ബോർ അങ്ങനെ എന്ത് ചെയ്തു, 2 പോസ്റ്റുലേറ്റ്സ് ഓക്കെ ടു ഓവർകം ദ ഒബ്ജെക്ഷൻസ് റേസ്ഡ് അഗെയിൻസ്റ്റ് റുദർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റം. ബോർ പുട്ട് ഫോർവേഡ് 2 പോസ്റ്റുലേറ്റ്സ്. എന്തൊക്കെയാണ് 2 പോയിന്റ്സ് നോക്കിയാലോ. അദ്ദേഹം പറഞ്ഞത്, only certain special orbits known as discrete orbits of electrons are allowed in the atom. ആറ്റത്തിന്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ certain orbits, ആ ഓർബിറ്റ്സിന്റെ പ്രത്യേകത എന്താണ്, യെസ്, ഡിസ്ക്രീറ്റ് ഓർബിറ്റ്സ് മാത്രമേ നമ്മുടെ ആറ്റത്തിന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. ആ ഡിസ്ക്രീറ്റ് ഓർബിറ്റിന്റെ പ്രത്യേകത എന്താ നമുക്ക് നോക്കാം അല്ലെ. While revolving in discrete orbits, the electrons do not radiate energy. ആ ഓർബിറ്റിലൂടെയാണ് ഇലക്ട്രോൺ കറങ്ങുന്നതെങ്കിൽ ആ ഇലക്ട്രോൺ ഒരു സൂപ്പർ പവർ ഉണ്ട് അല്ലെ. ആ ഇലക്ട്രോൺ എന്ത് ചെയ്യില്ല, ഒരിക്കലും എനർജി ലോസ് ചെയ്യില്ല. എനർജി ലോസ് ചെയ്താലല്ലേ ഈ ന്യൂക്ലിയസിൽ വന്ന് ഇടിക്കത്തുള്ളൂ. അപ്പൊ ആലോചിക്കുക, ഈ ഇലക്ട്രോൺ സൂപ്പർ ഇലക്ട്രോൺ ആയിട്ട് മാറിയില്ലേ. നമ്മുടെ ഈ ഡിസ്ക്രീറ്റ് എനർജി ലെവലില് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ഓർബിറ്റലില് ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺസിന്റെ പ്രത്യേകത എന്താണ്, അവർക്ക് ഒരിക്കലും എനർജി ലോസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യില്ല, ന്യൂക്ലിയസിൽ വന്ന് ഇടിക്കില്ല എന്ന് ആരാണ് പറഞ്ഞത്, യെസ്, ബോർ ആണ് പറഞ്ഞത്. അതേപോലെ അദ്ദേഹം ബോർ മാതൃകയിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് ഐഡിയാസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മേജർ ഐഡിയാസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് പോയിന്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ ഫിക്സഡ് പാത്സ് നോൺ ആസ് ഓർബിറ്റ്സ് ഓർ ഷെൽ. ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റലുകളിലാണെന്ന് പറഞ്ഞു. ആ ഓർബിറ്റിനെ തന്നെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഷെൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക കേട്ടോ, ഇത് ന്യൂക്ലിയസ് ആണ് കേട്ടോ. ഈ സെന്ററിൽ കാണുന്നത് ന്യൂക്ലിയസ് ആണ്. ഇവിടെ 1 2 3 4 4 ഷെല്ലുകളുള്ള ഒരു ആറ്റം നിങ്ങൾക്ക് അവിടെ കാണാം. ഈ ഓരോരോ ഷെല്ലുകളെയും എന്താണ് വിളിക്കുന്നത്, ഓർബിറ്റ് എന്നും വിളിക്കാം, ഷെൽ എന്നും വിളിക്കാം എന്ന് ആര് പറഞ്ഞു, ബോർ പറഞ്ഞു. അതേപോലെ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, എന്താണ്, ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഷെൽ ഹാവ് എ ഡെഫിനിറ്റ് എനർജി, ഹെൻസ് ഷെൽ ആർ ഓൾസോ കോൾഡ് എനർജി ലെവൽസ്. എന്താണ്, ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജമുണ്ട്, അതിനാൽ ഷെല്ലുകളെ ഊർജ നിലകൾ എന്നും വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആലോചിക്കുക, ഒരാൾക്ക് തന്നെ 3 പേര് വന്നു അല്ലെ. ഇപ്പൊ ടീച്ചറിന്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ്, എന്റെ മക്കള് ശ്രീലക്ഷ്മി മിസ് എന്ന് വിളിക്കാറുണ്ട്, ലച്ചു മിസ് എന്ന് വിളിക്കാറുണ്ട്, അമ്മു മിസ് എന്ന് വിളിക്കാറുണ്ട്. എനിക്ക് തന്നെയാണ് 3 പേര്. അതേപോലെ നമ്മുടെ ആറ്റത്തിന്റെ അകത്തുള്ള ഷെല്ലുകളെ എന്തൊക്കെ പേരിലാണ് വിളിക്കുന്നത്, ഷെൽ എന്ന് വിളിക്കാറുണ്ട്, ഓർബിറ്റ് എന്ന് വിളിക്കാറുണ്ട്. ഈ ഓരോരോ ഷെല്ലിനും
എന്താണ്, തനിതായ എന്തുണ്ട്, എനർജി ഉണ്ട് അല്ലെ, ഊർജമുണ്ട്. അതുകൊണ്ട് അതിനെ എന്തും വിളിക്കുന്നുണ്ട്, എനർജി ലെവൽസ്, ഊർജ നിലകൾ എന്നും വിളിക്കുന്നുണ്ട്. അപ്പൊ 3 പേര് കിട്ടിട്ടോ, ഷെല്ല്, ഓർബിറ്റ്, എനർജി ലെവൽസ് എന്ന് കിട്ടി. ഈ ആറ്റത്തിൽ നമുക്ക് എത്ര എനർജി ലെവൽസ് ഉണ്ട്? 1 2 3 4 എനർജി ലെവൽസ് ഉണ്ട്. ഈ 2 പോയിന്റും ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത പോയിന്റിലേക്കാണ്. അടുത്ത പോയിന്റ് എന്താണ്? ആസ് ലോങ് ആസ് ആൻ ഇലക്ട്രോൺ റിവോൾവ്സ് ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ് ഇറ്റ് എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ്. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം എന്താണ്, ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ഇപ്പൊ ആദ്യത്തെ ഷെല്ലില് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിന് ഫിക്സഡ് എനർജി ആയിരിക്കും. ആ എനർജി കൂടുകയോ കുറയുകയോ ചെയ്യില്ല. എത്രയാണോ ആ ഷെല്ലിന്റെ എനർജി ഉള്ളത്, ആ എനർജിയിലാണ് ആ ഇലക്ട്രോണുകൾ ഓടിക്കൊണ്ടേയിരിക്കുന്നത്. ഇനി അവസാനത്തെ ഷെല്ല് നോക്കണേ. അവസാനത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എനർജി വ്യത്യാസമായിരിക്കും അല്ലെ. ആ ഷെല്ലിന്റെ എനർജി എന്താണോ അതിനനുസരിച്ചിട്ടാണ് അവിടെയുള്ള ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, the energy of the shell increases as the distance from the nucleus increases. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നോക്കുക കേട്ടോ, ഇതാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തുള്ള ഷെല്ല് കണ്ടോ? ഈ ഷെല്ല് എനർജി ഉണ്ട്. ആ എനർജിനെക്കാട്ടും കുറച്ചും കൂടി കൂടുതലായിരിക്കും ആർക്കാ? സെക്കൻഡ് ഷെല്ലിന്. ആ ഷെല്ലിനെക്കാട്ടും കുറച്ചും കൂടി കൂടുതലായിരിക്കും ആർക്ക്? തേർഡ് ഷെല്ലിന്. ആ തേർഡ് ഷെല്ലിനെക്കാട്ടും കുറച്ചും കൂടി കൂടുതൽ ഊർജ്ജമായിരിക്കും ആർക്ക്? ലാസ്റ്റ് ഷെല്ലിന് അല്ലെ. കാരണം ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും, വിട്ടു നിൽക്കും തോറും എന്താണ്, ഷെല്ലുകളുടെ എനർജി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ന്യൂക്ലിയസിൽ നിന്ന് അകലെയുള്ള ഷെല്ല് ഏതാണ്? ഈ കാണുന്ന അവസാനത്തെ ഷെല്ലാണ് അല്ലെ, ന്യൂക്ലിയസിൽ നിന്ന് വിട്ടുള്ള ഷെല്ല്. അപ്പൊ നമുക്ക് പറയാം ആ അവസാനത്തെ ഷെല്ലിനാണ് എനർജി കൂടുതൽ എന്ന് പറയാം. ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എനർജി ഓഫ് ദ ഷെൽ increases as the distance from the nucleus increases. Okay, clear ആണല്ലോ. വേണമെങ്കിൽ ഉദാഹരണത്തിന് നമ്മുടെ ക്ലാസ് റൂം ആലോചിക്കാം. ഞാൻ ക്ലാസ്സിൽ നിൽക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ടീച്ചറാണ്, ഭയങ്കര സ്ട്രിക്റ്റ് ടീച്ചറാണ്. ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്കൊരു 5 റോസ് ഉണ്ട്. 5 റോസിൽ കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ ഫസ്റ്റ് ബെഞ്ചിലുള്ള കുട്ടികൾക്ക് ഭയങ്കര ശ്രദ്ധിച്ചിട്ട് അനങ്ങാതിരിക്കില്ലേ, കാരണം ടീച്ചറിന്റെ തൊട്ടടുത്താണത്. അവർക്ക് എനർജി ഒന്നും ഉണ്ടാവില്ല. പാവം ആ കൈയൊക്കെ കെട്ടി അനങ്ങാതിരിക്കും. സെക്കൻഡിലേക്ക് പോകുമ്പോൾ കുറച്ചൊരു ഇളക്കം ഉണ്ടാവും. തേർഡിലേക്ക് പോകുമ്പോഴോ ഇച്ചിരി അവർ നീങ്ങി കളിക്കുകയൊക്കെ ചെയ്യും. ലാസ്റ്റ് ബെഞ്ചിന്റെ സ്ഥിതി എന്താ? അവർ തിരിഞ്ഞൊക്കെ കളിക്കും അല്ലെ. നമ്മളെ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ്മെന്റ് കൂടുതലാണെങ്കിൽ നമ്മൾ എനർജി കൂടുതലാണെന്ന് നമുക്ക് പറയാം. അപ്പൊ ടീച്ചറിൽ നിന്ന് അകലും തോറും, ലാസ്റ്റ് ബെഞ്ചിലേക്ക് പോകും തോറും അവിടെയുള്ള കുട്ടികൾക്ക് എനർജി കൂടുതലല്ലേ? മൂവ്മെന്റ് കൂടുതലല്ലേ? അതേപോലെ ആറ്റം നോക്കുക. ആറ്റത്തിന്റെ ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ടീച്ചറാണെന്ന് വിചാരിക്കുക. ടീച്ചറിന്റെ തൊട്ടടുത്തുള്ള ബെഞ്ച്, തൊട്ടടുത്തുള്ള ഷെല്ലിലുള്ള ഇലക്ട്രോണുക്ക് എനർജി കുറവായിരിക്കും. ടീച്ചറെ ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും, വിട്ട് വരും തോറും, ടീച്ചറിൽ നിന്ന് അകലും തോറും എന്താണ്? ഇലക്ട്രോണുകൾക്ക് എനർജി കൂടുകയാണ്. ആ ഷെല്ലുകൾക്ക് എനർജി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാട്ടോ, നമ്മുടെ ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും എനർജി കൂടുന്നു. അതിപ്പോ എത്ര ഷെല്ലാണെങ്കിലും അവസാനമുള്ള ഷെല്ലിനായിരിക്കും എന്താ? എനർജി ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. ഇനി അവസാനത്തെ പോയിന്റിൽ എന്താണ് പറയുന്നത്? The shell around the nucleus can be numbered from near the nucleus as 1 2 3 4 5 or represent by the letters K L M N O. ഇപ്പൊ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ബെഞ്ച്, സെക്കൻഡ് ബെഞ്ച്, തേർഡ് ബെഞ്ച്, ഫോർത്ത് ബെഞ്ച്, ലാസ്റ്റ് ബെഞ്ച് എന്നൊക്കെ പറഞ്ഞു അല്ലേ. അതേപോലെ നമ്മുടെ ആറ്റത്തിനും ഓരോരോ ഷെല്ലിനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പേരിട്ടിട്ടുണ്ട്. നമ്മുടെ ന്യൂക്ലിയസ് എടുത്തിട്ടോ, ഈ കാണുന്നത് ന്യൂക്ലിയസ് ആണേ. ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തുള്ള ഷെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കെ ഷെൽ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? കെ ഷെൽ. ക്യാപിറ്റൽ ലെറ്ററിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് എന്താണ്? സെക്കൻഡ് ഷെല്ലിനെയാണ് നമ്മൾ എങ്ങനെ വിളിക്കുന്നത്? കെ കഴിഞ്ഞാൽ എൽ അല്ലെ. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഷെല്ല് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എൽ ഷെല്ലിൽ നിന്നാണ് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഷെല്ലിന് എന്താണ്? കെ കഴിഞ്ഞു, എൽ കഴിഞ്ഞു, എം ആണല്ലേ. നമ്മുടെ മൂന്നാമത്തെ ഷെല്ല് ഇതാണ്, എം ഷെല്ലാണ്. നാലാമത്തെ ഷെല്ലിനെ എന്ത് പേരിലാണ് വിളിക്കുന്നത്? കെ എൽ എം എൻ. എന്താണ്? എൻ ആണ്. സോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഷെല്ലുകളുടെ പേര് എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതണം കേട്ടോ. കെ എൽ എം എൻ ഒക്കെ എന്താണ്? ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഓരോരോ ഷെല്ലിനും ഫസ്റ്റ് ബെഞ്ച്, സെക്കൻഡ് ബെഞ്ച്, തേർഡ് ബെഞ്ച് എന്ന് പറയുന്ന പോലെ ഫസ്റ്റ് ഷെല്ല് കെ, സെക്കൻഡ് ഷെല്ല് എൽ, തേർഡ് ഷെല്ല് എം,
ഫോർത്ത് ഷെല്ല് n എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് അറിയേണ്ടത്? ഈ പറഞ്ഞ ഓരോരോ ഷെല്ലുകളിലും എത്ര ഇലക്ട്രോൺസിനെ കൊടുക്കാൻ പറ്റും അറിയണം അല്ലേ? യെസ്, നമുക്ക് അത് കണ്ടുപിടിക്കാം. സിമ്പിൾ ആണ്. ബൈ യൂസിങ് ദിസ് ഫോർമുല 2n² എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. 2n². ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓരോരോ ഷെല്ലുകളിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഷെല്ലാണ് ഞാൻ ഇവിടെ എഴുതരാം. ആദ്യത്തെ ഷെല്ലാണ് ഫസ്റ്റ് ഷെല്ല് കെ ആണെന്ന് പറഞ്ഞു. അപ്പൊ 2n² എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതുക? അവിടെ n എന്ന് പറയുന്നത് ഷെല്ലിന്റെ എണ്ണമാണ് കേട്ടോ. അപ്പൊ ഞാൻ എഴുതുകയാണ് 2 × n എന്ന് പറഞ്ഞാൽ ഷെല്ലിന്റെ എണ്ണമാണ്. കെ എന്ന് പറയുന്നത് ആദ്യത്തെ ഷെല്ലല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 1² എന്ന് എഴുതുന്നു. അപ്പൊ നമ്മൾ എങ്ങനെ വരിക? 2 × 1 അല്ലെ? 2 × 1 2 എന്ന് വന്നു. നിങ്ങൾ വിചാരിക്കും മിസ് എന്തിനാ ഇങ്ങനെ കുഞ്ഞു കുട്ടികൾക്ക് എഴുതി കൊടുക്കുന്ന പോലെ 2 × 1² 2 × 1 എന്നൊക്കെ എഴുതിയത്? കാരണം നിങ്ങൾ ചെറിയ ആളുകൾക്ക് പെട്ടെന്ന് കേട്ടാ ഓടത്തില്ല. 2n², ആ എന്നിന്റെ അവിടെ 1 കൊടുത്തു, അപ്പൊ 2 × 2 അല്ലേ വരിക എന്നൊക്കെ ആലോചിക്കുന്നവരുണ്ടാവും. അപ്പൊ അവർക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്കും കൂടി ക്ലിയർ ആയി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ എന്താണ്? നമ്മൾ ആദ്യത്തെ കണ്ടുപിടിച്ചു. ഈ രണ്ടാമത്തതാണ് സെക്കൻഡ് വൺ. രണ്ടാമത്തെ ഷെൽ എന്ന് പറഞ്ഞാൽ ഇതാണ്, എല്ലാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതുക 2 × രണ്ടാമത്തെ ഷെല്ലല്ലേ? അപ്പൊ n എന്ന് പറയുന്നത് 2² എന്ന് വരും അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 × 4 എന്ന് കിട്ടി. എത്ര ഇലക്ട്രോണുകളാണ്? 8 ഇലക്ട്രോണുകളാണ് നമ്മൾ രണ്ടാമത്തെ ഷെല്ലിൽ നമുക്ക് കൊടുക്കാനുള്ളത്. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ എടുക്കുകയാണെ. മൂന്നാമത്തെ ഷെൽ എന്ന് പറയുന്നത് KLM ആണ്. ഞാൻ ഇവിടെ m എന്ന് എഴുതി. അപ്പൊ നമ്മൾ എന്താണ്? 2 × 3² അല്ലെ? 2 × 3 3s are 9. 2 × 9 2 ഗുണിക്കണം 9 എത്രയാണ്? 18 അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ 18 ഇലക്ട്രോണുകൾ കൊടുക്കാൻ സാധിക്കും അല്ലെ? ഇനി നാലാമത്തെ ഷെല്ലും കൂടി എഴുതാണേ. നാലാമത്തെ ഷെല്ല് KLMN ആണ്. എന്നിന്റെ അകത്ത് 2 × നാലാമത്തെ ഷെല്ലായതുകൊണ്ട് 4². 2 × 16 എന്നാണ് വരുന്നത്. 2 × 16 2 ഗുണിക്കണം 16 എത്രയാണ്? 32 ആണ് അല്ലെ? എത്രയാണ്? 32 ആണ്. ഇതേപോലെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. റെഡി ആണല്ലോ? കെ ഷെല്ലില് 2, എൽ ഷെല്ലില് 8, എം ഷെല്ലില് 18, എൻ ഷെല്ലില് 32. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾക്ക് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചെയ്യാം. നമ്മുടെ അഞ്ചാമത്തെ ഷെല്ലിനെയാണ് നമ്മൾ SO എന്ന് പറയുന്നത്. KLMNO അഞ്ചാമത്തെ ഷെല്ലാണ് കേട്ടോ. അഞ്ചാമത്തെ ഷെല്ലില് എത്ര ഇലക്ട്രോണുകളെ കൊടുക്കാൻ സാധിക്കും, കൊള്ളിക്കാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. അത് മാത്രം കമന്റ് ചെയ്താൽ പോരാ, അത് കമന്റ് ചെയ്യുന്നതിന്റെ കൂടെ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായോ, നിങ്ങൾക്ക് വേണ്ടി ചെയ്ത ക്ലാസ് ആണ്, യൂസ്ഫുൾ ആയോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ കമന്റ്സ് കാണുമ്പോഴാണ് നമുക്ക് സന്തോഷം അല്ലെ? നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലായെന്ന് കേൾക്കുമ്പോഴാണ് നമുക്കൊരു സംതൃപ്തി, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തന്നതിൽ കുട്ടികൾക്ക് അത്രത്തോളം മനസ്സിലാക്കാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം ലഭിക്കുന്നത്. സോ നിങ്ങൾ എല്ലാവരും ഇതിന്റെ ആൻസറും കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ക്ലാസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം കമന്റ് ചെയ്യണം. ടീച്ചർ പറഞ്ഞു കാണുന്ന എല്ലാവരും, ഒരാൾ പോലും കമന്റ് ചെയ്യാതെ പോകരുത്. അതേപോലെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ക്ലാസ് നിങ്ങൾ ലൈക്ക് ചെയ്യുക. സെറ്റ് ആണല്ലോ? ഓക്കെ. അപ്പൊ നമ്മള് കെയില് 2, എല്ലില് 8, എമ്മില് 18, എന്നില് 32 എന്ന് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കിയാലോ? ഞാൻ എടുക്കുന്ന എക്സാമ്പിൾ ക്ലോറിൻ എടുക്കാം. ആരെയാണ് എടുക്കുന്നത്? ക്ലോറിൻ. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്. അറ്റോമിക് നമ്പർ എത്രയാണ്? 17. അതിന്റെ അകത്ത് എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? അറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയാണ് ഇലക്ട്രോണുകളുടെ എണ്ണവും പ്രോട്ടോണുകളുടെ എണ്ണവും. സോ അവിടെ 17 ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് അർത്ഥം അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 17 ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് പറയാം. നിങ്ങൾ എടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാണ് ബോർ മാതൃക വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? യെസ്, നമ്മൾ ആദ്യം ഓരോരോ ഷെല്ലില് എത്ര ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് കണ്ടെത്തണം അല്ലെ? നമുക്ക് അറിയുന്ന കാര്യമാണ് KLM ഷെല്ലുകൾ ഉണ്ട്. ആദ്യം K ഷെല്ലിൽ ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്തതിനു ശേഷം മാത്രമേ അടുത്ത ഷെല്ലിലേക്ക് എന്ത് ചെയ്യുള്ളൂ? ഇലക്ട്രോണുകൾ പോകത്തുള്ളൂ. അപ്പൊ K ഷെല്ലില് 2 ഇലക്ട്രോണുകളെ മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് അറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ K ഷെല്ലിൽ 2 എന്ന് കൊടുത്തു കേട്ടോ. ഇനി ബാക്കിയുള്ള ഇലക്ട്രോണുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? L ഷെല്ലിൽ കൊടുക്കുന്നു. L ഷെല്ലില് മാക്സിമം 8 ഇലക്ട്രോണേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? L ഷെല്ലില് മാക്സിമം 8 കൊടുത്തു. അപ്പൊ മൊത്തം എത്രയായി? 2 + 8 10 ഇലക്ട്രോണുകളാണ്. ഇവിടെ 17 ഇലക്ട്രോണുകൾ ഉണ്ട് അല്ലെ? ബാക്കിയുള്ള 7 ഇലക്ട്രോൺ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ മൂന്നാമത്തെ ഷെല്ലിൽ കൊടുത്തു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. ആദ്യം കെയിൽ കൊടുക്കുന്നു,
മാക്സിമം എത്ര കൊടുക്കാൻ പറ്റും അത്രയും കൊടുക്കുന്നു. അതിനുശേഷം എല്ലിൽ കൊടുക്കുന്നു, അതിനുശേഷം എമ്മിൽ കൊടുക്കുന്നു. ബോർ മാതൃക വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ന്യൂക്ലിയസ് വരയ്ക്കുന്നു, ഫസ്റ്റ് ഷെല്ല് വൃത്തിയിൽ വരയ്ക്കുന്നു, 2 ഇലക്ട്രോൺ നമ്മൾ അവിടെ കൊടുത്തു അല്ലെ. 2, 8, 7 എന്നായിരുന്നു ഇലക്ട്രോൺ വിന്യാസം. അപ്പൊ ആദ്യത്തെ ഷെല്ലില് 2 കൊടുത്തു, രണ്ടാമത്തെ ഷെല്ലില് 1, 2, 3, 4, 5, 6, 7, 8 ഇലക്ട്രോണുകൾ കൊടുത്തു. മൂന്നാമത്തെ ഷെല്ലിൽ നമ്മൾ എത്രയാണ് കൊടുക്കുന്നത്? 1, 2, 3, 4, 5, 6, 7 ഇലക്ട്രോണുകളാണ് കൊടുക്കുന്നത്. സോ 2, 8, 7 എന്നാണ് നമുക്ക് എന്ത് വരുന്നത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഇതേപോലെ ഏതൊരു എക്സാമ്പിൾ തന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ബോർ മാതൃക വരയ്ക്കാൻ സാധിക്കും ട്ടോ. സോ നമ്മൾ എന്ത് കണ്ടു ഇന്നത്തെ ക്ലാസ്സിൽ? ബോർ മാതൃക എന്താണ്, അല്ലെങ്കിൽ ബോർ മോഡലിൽ എന്തൊക്കെ പോയിന്റുകളാണ്, മേജർ ഐഡിയാസ് ആണ് ബോർ പറഞ്ഞത് എന്ന് കണ്ടു. അതേപോലെ തന്നെ ഓരോരോ ഷെല്ലുകളിലും KLMN ഷെല്ലുകളിൽ എത്ര ഇലക്ട്രോൺസ് മാക്സിമം കൊള്ളിക്കാമെന്ന് കണ്ടു, ബോർ മാതൃകയും വരച്ചു. ഐ ഹോപ്പ് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള കോണ്ടന്റുകൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കോണ്ടന്റ് വീഡിയോസ് ചെയ്തു തരുന്നതാണ്. സോ നമുക്ക് ഇനിയുമുള്ള വീഡിയോസിൽ കാണാം. അതുവരെ ബൈ.